അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ ഇവിടെ അൺബോക്സിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. JBL പാർട്ടി ബോക്സ് 310 ഇവനെ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ മുമ്പ് ഒരു JBL 110 ഒരു പാർട്ടി ബോക്സ് മേടിച്ചിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം JBL 310 ഒരു അൺബോക്സിംഗ് ആണ്. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്പീക്കറാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കെന്തോ JBLനോട് അത്ര വലിയ എന്താ പറയാ ഒരു കൂടുതൽ ഇഷ്ടം തന്നെയാണ് JBLനോട്. അപ്പൊ നമുക്ക് അധികം മുമ്പോട്ട് നീട്ടാതെ നമുക്ക് പരിപാടി അൺബോക്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് സാധാരണ ഉള്ള പോലെ തന്നെ വയറും അതിന്റെ ഗൈഡിങ്സ് ആയിരിക്കും അതിലുള്ളത്. എക്സ്പെക്ടേഷൻ കറക്റ്റ്. അതിലൊരു ഗേറ്റ് ബുക്ക്, ചാർജർ, പിന്നെ JBLന്റെ ഒരു വാർണിംഗ് ഒരു ബുക്സാണ്. അതിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല, നേരെ നമ്മൾ ഐറ്റത്തിലോട്ട് പോവുകയാണ്. സോ ഹെവി മാൻ. അങ്ങനെ JBL 310 മാസ്മരികമായിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. Oh man, it's amazing. കണ്ടില്ലേ? അതായത് 110 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 110 ചേട്ടനാണല്ലോ, ബ്രദറാണല്ലോ. അപ്പൊ ഇതില് നമുക്ക് ട്രോളി ബാഗായിട്ട് അല്ലെങ്കിൽ ട്രോളി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് ഇതില് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഇവനെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് കൊണ്ടുപോകാം. അങ്ങനെയുള്ള ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഇതിന് ഇവിടെയാണ് ഇത് പ്രസ് ചെയ്യണം കേട്ടോ. താഴോട്ട് പോകണമെങ്കിൽ നേരെ താഴോട്ട് പോയി. പിന്നെ പറയുകയാണെങ്കിൽ സാധാരണ പോലെ ഒരു ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. പ്ലാസ്റ്റിക്, ഹാർഡ് പ്ലാസ്റ്റിക്, ഇവിടെ റബ്ബർ വരുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിലും ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബറിങ് സപ്പോർട്ടിങ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് വലിയ സ്റ്റിക്കിലോട്ട് മൗണ്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഹോളാണ്. പിന്നെ എക്സ്ട്രാ കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ വൂഫറിന്റെ എയർ റിലീസ് ചെയ്യുന്ന ഭാഗം, പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെ ഗിറ്റാറും ബാക്കിയുള്ള കണക്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ആണ്. പിന്നെ മൾട്ടിപ്പിൾ സ്പീക്കറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. JBL തന്നെ സ്പീക്കർ കണക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്. അപ്പൊ ഞാനിത് മേടിച്ചു, കാരണം ഇതെനിക്ക് എന്താ പറയുക ഒരു ക്രൈസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ തന്നെ മാനുവലായിട്ട് നമുക്ക് എക്കോ, ട്രബിൾ, ബാസ് ഒക്കെ ചെയ്യാൻ പറ്റിയ എക്സ്ട്രാ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത്, USB കണക്ട് ചെയ്യാം. 110 USB നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് USB കണക്ട് ചെയ്യാം. പിന്നെ എന്താ പറയാ, പിന്നെ ചാർജിങ് ഇൻഡിക്കേഷൻ, ലൈറ്റ്, ബാസ് ബൂസ്റ്റിന്റെ സ്വിച്ചുകൾ, നോർമലി ഉള്ളതുപോലുള്ള സ്വിച്ചുകളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെയാണ്. പിന്നെ ഇതിന്റെ ആധികാരികമായിട്ട് സ്പീക്കറിന്റെ ഇഞ്ച് കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെ നോക്കാം. നമുക്ക് ഔപചാരികമായിട്ട് ഇവനെ ഓണാക്കാം. കണ്ടില്ലേ? ആ ബ്ലൂടൂത്തിന്റെ ആ ഒരു നിലവിളി ശബ്ദം കേട്ടു. നമുക്കിനി കണക്ട് ചെയ്യാം. ഇതിന്റെ ബാസ് ബൂസ്റ്റ് ഇല്ലാണ്ട് ഞാൻ ഓൺ ആക്കില്ല. ആക്ച്വലി ഇവിടെ മൊത്തം വൈബ്രേറ്റ് ആണ്, കേൾക്കാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല.
വേറൊരു പാട്ട് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിന്റെ ബാക്കിൽ നിന്നിട്ട് പോലെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. മിക്കവാറും അടുത്തുള്ള നെയ്ബേഴ്സ് ഒക്കെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. എനിക്കിത് ഷൂട്ടിംഗ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേ പോയി ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന്റെ സമയത്തില്, അല്ലെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത്. കാരണം ഇത് കേൾക്കുന്ന ഒരു റിസൾട്ട്, ഇത് തരുന്ന ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. നമുക്ക് ആർക്കും എന്താ പിടിച്ചു നിർത്താൻ പറ്റില്ല, ഇതിന് അഡിക്റ്റഡ് ആയിട്ട് പോവാണ്. അപ്പോ എന്താ പറയാ, എന്റെ ജേബിൽ 1 ടൺ നാട്ടിലാണുള്ളത്. ഇതിപ്പോ ഞാൻ പർച്ചേസ് ചെയ്തേ ഉള്ളൂ. അത്യാവശ്യം ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ട് നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ജേബിൽ 1 ടണ്ണായിട്ട് നമ്മള് എന്താ പറയാ ഒരു കമ്പാരിസൺ നടത്തുന്നതായിരിക്കും. അതായത് നമുക്ക് ഒരുപാട് സ്പീക്കറുകളായിട്ട് ഇത് കണക്ട് ചെയ്യാം. അപ്പോഴുള്ള ആംബിയൻസ് ഫിലിം കാണുമ്പോഴാണെങ്കിലും എന്താ പറയാ ഹോം തിയേറ്ററിനെ വെല്ലുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് സെറ്റിങ്സ്. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയാ, എനിവേ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ജേബിൽ നോക്കിയപ്പോ എന്റെ പഴയ വീഡിയോസ് വന്നിട്ടുണ്ട്. എന്താ പറയാ, എന്തായാലും നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പൊ ഇത്രത്തോളം എനിക്ക് ആധികാരികമായിട്ട് പറയാം. പെട്ടെന്ന് ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പോ ഞാൻ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് വരുമാനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റിലത്തെ നമ്മളെ യൂട്യൂബിലെ വരുമാനം വെച്ചിട്ട് എന്താണ് ചെയ്തത് എന്ന് എനിക്ക് നിങ്ങളോട് പറയണം. അപ്പോ അത് എത്രത്തോളം വന്നു, അത് എനിക്കൊരു എന്താ പറയാ, അങ്ങനെ നമ്മള് ഹാർഡ് വർക്കിന്റെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് പൈസ വന്നു. അപ്പൊ അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ടുള്ള വീഡിയോ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ, കണ്ടോണ്ടിരിക്കുക. ഗുഡ് ബൈ, സിബി ജോസഫ്. അപ്പം വീണ്ടും കാണാം. ബൈ.